അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വേദനിക്കുന്ന ഓരോ മക്കളെയും ഞാൻ ഇപ്പോഴത്തെ പ്രഭാതത്തിലെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഈശോയെ, തങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഇനി ഞങ്ങൾ തനിക്ക് രക്ഷയില്ല, ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലേ ഞങ്ങളിന് രക്ഷപ്പെടൂ. അമ്മേ, അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങനെ കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടും ഇന്നലെ പ്രാർത്ഥന കിടന്നവരുണ്ട്. ദീർഘനിശ്വാസത്തിൽ ഉറങ്ങാൻ പോകുന്ന മുമ്പ് ഇങ്ങനെ പറഞ്ഞ് കിടന്നവരുമുണ്ട്. അവരെല്ലാം ഇന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ അവരെ അതിപ്രഭാതത്തിൽ തന്നെ അമ്മയുടെ തിരുസേനയെ കൊണ്ടുവരികയാണമ്മേ. അവരെല്ലാം ആശീർവദിക്കണം. അവരെന്തിനെ ഓർത്താണ് വേദനിക്കുന്നത്, ആരെ ഓർത്താണ് വേദനിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അവർ പരക്കം പായുന്നത്, അവരെ സഹായിക്കാൻ ആരുമില്ലാത്തവരുണ്ട്. കർത്താവേ, അങ്ങനെയുള്ളവരെ നീ സന്ധിക്കണം. ഇന്ന് ഭാര്യ മരിച്ച 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആരും ഇല്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പം ജീവിത പങ്കാളി എല്ലാം ആയതുകൊണ്ടാണ് അവരങ്ങനെ ആരും ഇല്ലെന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ദുഃഖം എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. കാര്യം അവരുടെ എല്ലാ കാലാവസ്ഥയിലും എല്ലാ സമയങ്ങളിലും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരാൾ ഒരു നിമിഷം ഇല്ലാണ്ട് വരുമ്പോൾ 2 കുഞ്ഞുങ്ങളും അപ്പനും മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അതുപോലെ തന്നെ അതുപോലുള്ള വേദനകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. മകൻ മരിച്ചു പോയവരുണ്ട്. അതിൻ്റെ അവനെ ഓർത്തുള്ള വേദനകൾ മാതാപിതാക്കന്മാരും പരസ്പരം മിണ്ടാതെ തേങ്ങി നടക്കുന്നവരുണ്ട്. കർത്താവേ, പല പല കാര്യങ്ങൾക്ക് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജയിലിൽ അകപ്പെട്ടവരുണ്ട്, നാട്ടിൽ വരാൻ പറ്റാത്തവരുണ്ട്, കൂടെ പരീക്ഷ തോക്കുന്നവരും കൂടെ വിസ പ്രോസസ്സ് പരാജയപ്പെടുന്നവരും ഇനി എന്ത് ചെയ്യും ദൈവമേ, നാട്ടിൽ നിൽക്കാനും പാടില്ല, പോകാൻ പറ്റണമില്ല, വല്ലാത്ത വിഷമം കൊണ്ട് വല്ലാത്ത വേദന അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ജീവിതം കൈവിട്ട് പോകുമ്പോൾ ഉടമ്പടി മാത്രമല്ലേ ഉള്ളൂ. കാര്യം ഉടമ്പടി മാത്രമാണ് നോട്ട് ബൈ മിലിറ്ററി വർക്ക് ചെയ്യുന്നത്. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണെന്ന് ആ വാഗ്ദാനത്തിൻ്റെ വാതിലാണ് കർത്താവേ. നീ എല്ലാ മനുഷ്യരുടെയും എല്ലാ വാതിലും അടയുമ്പോൾ വാഗ്ദാനം നിൻ്റെ വാതിലെ, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയുന്ന വാതിൽ കൃപയുടെ വാതിലാണ്. നീ യേശുക്രിസ്തുവിനെ തുറന്നു വെച്ച മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുവിനോടുകൂടി തുറന്നു വെച്ച വാതിൽ
അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വാതിൽ എല്ലാവർക്കും തുറന്നു കൊടുക്കണം കർത്താവേ. തീ കത്തുമ്പോൾ അതിൽ വെന്തുരി പോകുമെന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു എമർജൻസി എക്സിറ്റാണ് പരിശുദ്ധ അമ്മ എന്ന് എന്നോട് എത്രയോ പ്രാവശ്യം ഈശോ നീ പറഞ്ഞിരിക്കുന്നു. അതെ, നിൻ്റെ അടുത്ത് വരാൻ ഒരു യോഗ്യതയുമില്ലെങ്കിലും ഒരു യോഗ്യതയുമില്ലാതിരിക്കുന്ന സമയത്തും നിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്കുള്ള യോഗ്യത നീ ഞങ്ങൾക്ക് നൽകിയ അമ്മ തന്നെയാണ്. അമ്മ എമർജൻസി എക്സിറ്റാണ്. അതായത് അപകട സമയത്ത്, അങ്ങനെയുള്ളൊരു സമയത്ത്, ഒരു യോഗ്യതയുമില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെടുത്താനൊരു വാതിൽ നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന അമ്മ നിൻ്റെ അടുത്ത് കൊണ്ടുവന്നൊരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കർത്താവെ, ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബവും അവരെ സപ്പോർട്ട് ചെയ്യാനോ ശുപാർശ ചെയ്യാനോ ആരുമില്ല. ശുപാർശയും കൊണ്ട് വരുമ്പോൾ അതിനേക്കാൾ വലിയ ശുപാർശയും കൊണ്ട് വന്ന് അവർക്ക് അവരുടെ ഈ കിട്ടേണ്ടത് നഷ്ടപ്പെടുകയും നിസ്സഹായം നിൽക്കുകയും ഈ ജീവിതം എന്തിനു തന്നു എന്ന് പോലും ചിന്തിക്കുന്ന സാധാരണ സങ്കടപ്പെടുന്ന മനുഷ്യരുണ്ട്. അവിടെ കൂടെ നിന്നുകൊണ്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി അലയുന്നവരെ, മേൽഗതിക്ക് വേണ്ടി പരക്കം പായുന്നവർ, അവിടെ എല്ലാം കൂടെ നീ ഉണ്ടാകണമേ. അമ്മേ, നിൻ്റെ മധ്യസ്ഥം ഉണ്ടാകണമേ. എൻ്റെ കർത്താവെ, ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തും കണ്ടും കേട്ടും ചെയ്ത് തീർത്ത് അവരാശ്വാസത്തോടെ മടങ്ങി വരാൻ കണ്ണുനീരോടെ അവർ വിതക്കുന്നു. ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായി തിരിച്ചു വരുന്നത് അങ്ങനെ വാഗ്ദാനമാണെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഇന്ന് രാത്രി സന്തോഷം തിരിച്ചു വരാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നയിക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാനേ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാനൊരു സാക്ഷ്യം കേട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു GNM നേഴ്സാണ്, GNM ആണ്. അവർ 19 കൊല്ലത്തോളം ഇസ്രയേലിൽ ജോലി ചെയ്യുക. അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിൻ്റെ കൂടെ അവർക്ക് ജീവിക്കാൻ പറ്റണില്ല, കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റണില്ല. ഇസ്രയേലിൽ കുഞ്ഞുങ്ങളെ നിർത്താൻ പറ്റത്തില്ല. 3 കൊല്ലമാകുമ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ട് ആക്കണം. അപ്പോൾ അവൾ ഇളയ കുഞ്ഞിൻ്റെ കൂടെ നിന്നിട്ടില്ല, മൂത്ത കുഞ്ഞിൻ്റെ കൂടെ നിന്നിട്ടില്ല. ഒരമ്മയല്ലേ. അപ്പോൾ അവൾക്ക് അവസാനമായപ്പോൾ 39 വയസ്സായി. അപ്പോൾ എന്ത് ചെയ്യും കർത്താവേ? അപ്പോൾ എനിക്ക് മക്കളുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ ആരോ ഉടമ്പടി എടുത്തവർ പറഞ്ഞു, ഈ കൃപാസനം മാതാവെന്നും പറഞ്ഞൊരു മാതാവുണ്ട്. ആൾക്കാരിപ്പോൾ അങ്ങനെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട്
മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യത്തിലും സമാധാനം ഉണ്ടാവും. ജീവിതം കൈവിട്ട് പോകുമ്പോൾ ആൾക്കാർ ചെയ്യണ കാര്യമാണ്. അപ്പോൾ ഇവർ യാക്കോബ സഹോദരിയാണ്, പക്ഷേ ഒരു നോൺ ക്രിസ്ത്യനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവർക്കാണെങ്കിൽ മാതാവിനോട് ഇത്രയും അഡമൻ്റായിട്ടുള്ള കാത്തലിക്സിനുള്ള പോലെ അഡമൻ്റായിട്ടുള്ളൊരു മാധ്യസ്ഥമൊന്നുമില്ല. അപ്പം അവർ ഉണ്ട്, മാതാവിനെ വണങ്ങുകയും മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഉടമ്പടി വന്നിട്ട് കഴിഞ്ഞാൽ ഉടമ്പടി ത്രൂ അല്ലേ, ത്രൂ മേരി ടു ജീസസ് ആണല്ലോ. അപ്പം അങ്ങനെ ഒരു പരിചയമില്ല ആളിനെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും എല്ലാം കൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു ഡൗട്ട്, എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഉടമ്പടി ചെയ്താലും വിജയിക്കുമോ? പക്ഷേ ഇവർ രണ്ടും കൽപ്പിച്ച് വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വിശ്വാസം. കാര്യം അവരുടെ പല കാര്യങ്ങളും കുടുംബത്തിൽ പടപടാ നിത്യം നടക്കാത്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ ഉടനെ പക്ഷേ ഇവർ ഈ 39 വയസ്സും കൊണ്ട്, അതായത് ഇവർ ഏജൻസി എടുത്ത് ചെയ്തത്. അപ്പോൾ ഏജൻസി പറയും നിങ്ങളുടെ വിസ ന്യൂസിലൻഡിലേക്കാണ്, അപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യം വെക്കും മാഡം, നടക്കത്തില്ല ഇത്, നിങ്ങൾ 35 വയസ്സ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ റേറ്റിംഗ് പോകുമെന്ന് പറഞ്ഞു, സക്സസ് റേറ്റിംഗ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ പക്ഷേ ഇവർ സ്റ്റേണായിട്ട് ഇവർ കിട്ടിയ ആന്തരിക ബോധ്യം കൊണ്ട് ഇവർ പറയും, ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ അവർക്ക് ആ ഏജൻസിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. കൃപാസന മാതാവ് എൻ്റെ കൂടെയുണ്ട്, നിങ്ങൾ വെച്ച് നോക്കുക, അപ്പോൾ ഇവരും അറിയുമെന്ന് പറയും. ഇവർ നിർബന്ധിച്ചാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ വിസ പെട്ടെന്ന് പ്രോസസ്സായിട്ട് അവർക്ക് കിട്ടി. അപ്പോൾ അവർ പറയണതേ 24 വയസ്സുള്ള നല്ല എഫിഷ്യൻ്റായിട്ടുള്ള വിസ ഉള്ള പല ആൾക്കാർക്കും, ചെറുപ്പക്കാർക്ക് പോലും വിസ റിജക്റ്റായി. ഇവിടെ എങ്ങനെ റിജക്റ്റായെന്ന് നോക്കും. ഇവർക്കും കരച്ചിൽ, ഏജൻസിക്കും കരച്ചിൽ. ദൈവാനുഭവം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 10 ദിവസമൊക്കെ പറഞ്ഞില്ലേ, നാഥ ഞാൻ പാപിയാണ്, ഇതിനെ നകന്നു പോകാൻ. അപ്പം അതുപോലെ പെട്ടെന്നൊരു അനുഭവമാണ് കിട്ടിയത്. ഞാനപ്പോൾ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പം കർത്താവ് എന്നെ പറഞ്ഞ്, ഇതാണ് സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വരയുന്നില്ലേ, ദൈവമേ കർത്താവെ അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കേടുണ്ടാകത്തില്ലെന്ന്. സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. ഇര കിട്ടാതെ ചെറുപ്പക്കാർക്ക് ഇത് കിട്ടാതിരിക്കുമല്ല പലപ്പോഴും. അതെ, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് 40 വയസ്സുകാർക്ക് എന്താ വേറെ ഒരു യോഗ്യതയില്ല, ഒന്നിനും കുറവുണ്ടാവുകയില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമെന്ന് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കൂടെ കുറേ +2-കാരും PSCക്കാരും അതുപോലെ തന്നെ B2-കാരും ജർമ്മൻ B2-ഉം ഇങ്ങനെ പിന്നെ PT എക്സാം എല്ലാം ഇങ്ങനെ നിൽക്കുകയും അവർക്കെല്ലാം പല പൈസ, അവർക്ക് അതിൻ്റെ അകത്തെല്ലാം പ്രായമുള്ളവരും ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, അപ്പോൾ പല പ്രാവശ്യം എഴുതിയിട്ടുള്ളവരാണ് ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്നത്. മക്കളെ, ജീവിതം കൈവിട്ട് പോയെന്ന് തോന്നിയ പിന്നെ നിങ്ങൾ റെഗുലേറ്റ് ചെയ്ത് നോട്ട് ബൈ മെറിറ്റിലേക്ക് വരണം. ഇപ്പം എല്ലാവർക്കും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുമെന്ന്. പക്ഷേ ആൾക്കാർ ആക്ടിവിറ്റി ചെയ്യാൻ താമസിക്കും. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് വെച്ചാൽ ഇനി എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണെങ്കിൽ 100% ഉടമ്പടി എന്തുമാത്രം ഭംഗിയായിട്ട് കൈവിട്ട ഉടമ്പടിയിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അത് ദൈവത്തിനും തോന്നണം അവൻ നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചാണ് ഈ ഉടമ്പടി ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയ അപ്പം ഗ്രേസ് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഒന്നിനും നമുക്ക് കുറവുണ്ടാവത്തില്ല. താങ്ക് യു. എൻ്റെ പേര് റാണി സേവ്യർ. ഞാൻ എറണാകുളം കോന്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജനുവരി 26-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. 2019 മാർച്ച് തുടങ്ങിയൊക്കെ എൻ്റെ കാലിനൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ നിന്നു പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ കാല്
എൻ്റെ നട്ടെല്ലും ഇടുപ്പലൊക്കെ ദ്രവിച്ചു പോയിരിക്കുകയാണോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ധ്യാനമൊക്കെ കൂടുമ്പോൾ തൈലമൊക്കെ പുരട്ടുമായിരുന്നു. 2019 ഒക്ടോബർ 28 ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നട്ടെല്ല് ദ്രവിച്ചിരിക്കുകയാണോ എന്ന് സംശയിക്കുന്ന ഒരാൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അടുത്ത സാക്ഷ്യം, എൻ്റെ മോൾ അബുദാബിയിൽ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ കിട്ടിയ അനുഗ്രഹമാണ്. അവൾക്ക് ജോലി കിട്ടി. കുഞ്ഞിനെ നോക്കാൻ ഞാൻ അവിടെ പോയി. അവിടെ അവർ താമസിച്ചിരുന്നത് ഒരു ഷെയറിങ് അടുക്കളയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ആ അടുക്കളയിൽ പോയി കുഞ്ഞിനെയും കൊണ്ട് പോയി ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായപ്പോൾ ഞാനൊരു ദിവസം ഉടമ്പടി തൈലം കൊണ്ടുപോയിരുന്നു. ഉടമ്പടി തൈലം കട്ടിലപ്പടിയിൽ ഇങ്ങനെ തൂത്തിട്ട് ഞാൻ കുരിശ് വരച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, 3000 ദിർഹത്തിനാണ് അവർ താമസിച്ചിരുന്നത്. ഈ വാടകയ്ക്ക് തന്നെ അവൾക്കൊരു അടുക്കള ഷെയറിങ് അല്ലാത്ത സെപ്പറേറ്റ് അടുക്കളയുള്ള ഒരു വീട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ എൻ്റെ മകള് ഷോപ്പിംഗ് മോളിലൊരു ലേഡി അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോള് ഇവിടെ ഈ 2nd ഫ്ലോറിലല്ലേ താമസിക്കുന്നത്, ആ 6th ഫ്ലോറിൽ എൻ്റെ റൂം ഒഴിഞ്ഞിട്ടുണ്ട്, അവിടെ 2500 ദിർഹത്തിന് നിങ്ങൾ എടുത്തോ വേണമെങ്കിലെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ പോയി കണ്ടു. മാതാവിൻ്റെ വലിയ അത്ഭുതമാണ്. അത് സെപ്പറേറ്റ് അടുക്കളയുള്ള, അന്ന് 500 ദിർഹം കുറവുള്ള ഒരു വീട് അവൾക്ക് കിട്ടി. അത് വലിയ അത്ഭുതമാണ്. പിന്നെ എനിക്ക് തൈറോയിഡ് ഹൈപ്പറായിട്ട് ഞാൻ 3 മാസം മരുന്ന് കഴിച്ചു. ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. 3 മാസത്തിന് ശേഷം എപ്പോൾ ടെസ്റ്റ് ചെയ്താലും തൈറോയിഡ് നോർമലായി. പിന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഇളയ മകൻ വിദേശ പഠനത്തിന് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഉടമ്പടി കാശ് രൂപം കൊടുത്തു വിട്ട് അവൻ IELTS ഫസ്റ്റ് ചാൻസിൽ തന്നെ 8.5 സ്കോറോടുകൂടി പാസ്സാകുകയും എസ്റ്റോണിയ എന്ന അവൻ നേരെ ഒരു ടാൽടെക് യൂണിവേഴ്സിറ്റി, ഒരു ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്, ആ യൂണിവേഴ്സിറ്റിയിൽ അവന് നേരെ തന്നെ അവൻ അഡ്മിഷൻ വാങ്ങിക്കുകയും മാതാവ് അനുഗ്രഹിച്ചതുകൊണ്ട് കിട്ടിയതാണ്. ഒരു വർഷം പോയി. കൊറോണ മൂലം അവർ അഡ്മിഷൻ എടുത്തില്ല. 2021 ഓഗസ്റ്റ് 30 അവൻ പോയി. അവിടെ ചെന്ന് ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയാൽ അവന് കുറേ ആനുകൂല്യം കിട്ടുമായിരുന്നു. അത് കുറേ വൈകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ എപ്പോഴും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടും, ഉടമ്പടി ധ്യാനത്തിൽ പ്രാർത്ഥിക്കും. അവന് പെട്ടെന്ന് തന്നെ ഈ TRP കിട്ടി. പിന്നെ അതുകൂടാതെ ഇൻറ്റേൺഷിപ്പിനും കൂടെ കണക്കാക്കുന്ന ഒരു ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവനൊരു നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. ജോലിയിലിപ്പോൾ ചെയ്യുകയും ചെയ്യുന്നു, പഠിക്കുകയും ചെയ്യുന്നു. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. മറ്റൊരു ജോലിയാണ് ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ. ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ. അത് വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ ഏറ്റവും വലിയ കടുത്ത പ്രയോഗമാണ്. അതായത് നിങ്ങളെപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, നിന്നെ സാക്ഷ്യപ്പെടുത്താൻ, നിൻ്റെ മഹത്വം സാക്ഷ്യപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ, എന്നെ നിൻ്റെ സാക്ഷിയായി മാറ്റണമേ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സാക്ഷ്യം, 1 കൊല്ലമായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഈ അൾത്താര കയറി ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി. 1 കൊല്ലമായി, അങ്ങനെയാണ് അവർ തുടങ്ങണം. 1 കൊല്ലമായി ഞാൻ പ്രാർത്ഥിക്കരുത്. വേറെ ഒരു ലേഡി പറഞ്ഞത്, ഞാൻ സ്വപ്നം കണ്ടായിരുന്നു കൃപാസന അൾത്താര കയറി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി. അതെന്താ സംഭവിച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയ സാക്ഷി, ഇപ്പം നിങ്ങളിവിടെ 2000-3000 പേരുണ്ട്, അതല്ല. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞ ഒരു സാക്ഷ്യം ആൾക്കാർ ഇപ്പോൾ കൂടിയിരിക്കുന്നത് 2 ലക്ഷത്തിലേറെ ആൾക്കാർ ആ സാക്ഷ്യം കണ്ടു. ലോകത്തിലുള്ള എങ്ങനെയുള്ള എമ്പാടുമുള്ള 2 ലക്ഷം പേരാണ് ആ സാക്ഷ്യം കണ്ടത്.
എന്ത് സംഭവിച്ചിരിക്കണത്? ആ 2 ലക്ഷം പേരിലേക്ക് എന്ത് പറ്റി? സുവിശേഷം പ്രസരിക്കും. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ആ 2 ലക്ഷം പേരിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു ജന്മം കൊണ്ട് ഒരു 2000 പേരെ പോലും നിങ്ങൾക്ക് സുവിശേഷത്തിലേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? എന്ത് പാടാണ്. ഒരു 2000 പേരെങ്കിലും നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ എത്ര പേരോട് പറഞ്ഞു കാണും? വളരെ കുറച്ച് പേരോടെ പറഞ്ഞു കാണത്തുള്ളൂ. അങ്ങനെ പറയണമെങ്കിൽ, മറ്റുള്ളവരോട് പറയണമെങ്കിൽ പ്രത്യേക അഭിഷേകം നമുക്ക് വേണം. ഇപ്പം ചില ആൾക്കാരൊക്കെ പല സഭയുടെ ഉന്നതമായ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി സുവിശേഷത്തെക്കുറിച്ചൊക്കെ ഡോക്ടറേറ്റ് എടുക്കും. അവർ വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സഭയ്ക്ക് 10, 20, 30 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ഡോക്ടറേറ്റിന് വേണ്ടി ഒരു വിദ്യാർത്ഥിനെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ. പക്ഷെ അവർ വിമാനത്തിൽ ഇരിക്കുമ്പോൾ പോലും അടുത്തിരിക്കുന്ന ആളിനോട് യേശുവിനെക്കുറിച്ച് പറയത്തില്ല. അതാണ് പ്രശ്നം. സഭ 30 ലക്ഷം രൂപ മുടക്കി ഡോക്ടർമാരുണ്ടാക്കിയതാണ്. പക്ഷേ അടുത്തിരിക്കുന്നവനോട് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കണമെന്ന് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ അഭിഷേകമുള്ളവർ. മറ്റുള്ളവർ അതൊരു പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുക. ക്രിസ്തുവിനെ പഠിക്കണത് എന്തിനാണ്? ക്രിസ്തുവിനെ കൈമാറാനാണ്. കൈമാറാനല്ലാതെ ക്രിസ്തുവിനെ പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? അതാണ് പ്രശ്നം. ക്രിസ്തുവിനെ കൈമാറാനല്ലാതെ പഠിക്കണത് എന്തിനാണ്? ചില ആൾക്കാർ ചില വീടുകളിലൊക്കെ ചിലരൊക്കെ MBBS പോകും. എന്നിട്ട് അവർ തന്നെ പറയും, ഞങ്ങൾക്ക് ഡോക്ടറായിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്? 10 തലമുറക്ക് തിന്നാനുള്ളത് ഞങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്, പിന്നെ ഞങ്ങളെന്തിനാണ് ജോലിക്ക് പോകുന്നത്? പിന്നെ ഒരു ആഡംബരത്തിന്, ആധ്യാത്മികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആഡംബരത്തിനല്ല, അത് അഭിഷേകത്തിനും വിശ്വാസ കൈമാറ്റത്തിനും വേണ്ടിയാണ്. പക്ഷെ ചില മനുഷ്യർ അടുത്തിരിക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറേറ്റും ഇല്ല, ഒരു അറിവുമില്ല അവർക്ക്. പക്ഷെ അവർ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. യേശുവിനെക്കുറിച്ച് ഈ ജന്മത്തിൽ, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാത്ത പോലെയാകും. കാര്യം അവരുടെ ഉള്ളിൽ നിന്നൊരു തള്ളിച്ചയാണ്. അവർക്ക് ദൈവസംഘം നിറഞ്ഞിട്ട് അഭിഷേകം കിട്ടിയിരിക്കുകയാണ് കർത്താവിനെ കൈമാറാൻ വേണ്ടി. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, അങ്ങേ കൈമാറാൻ അൾട്ടിമേറ്റ് ആത്യന്തികമായ എൻ്റെ ജീവിത ലക്ഷ്യമായി സുവിശേഷ കൈമാറ്റത്തിനായി എന്നെ അഭിഷേകം ചെയ്യണം. സന്തോഷത്തോടെ നീ വരൂ, നീ വരൂ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. കർത്താവ് നമ്മളോട് പറയുന്നില്ലേ, നിങ്ങളിത് പുറത്തു പോയി പറയണം എന്ന് പറയണില്ലേ? ഈ ദൈവം ആര് ടാർഗറ്റ് ചെയ്യണത്? നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവം ആരെയാണ് ടാർഗറ്റ് ചെയ്യണത്? നിങ്ങൾ സാക്ഷ്യം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കും, അല്ലെങ്കിൽ മെസ്സേജ് എടുക്കേണ്ടി വരികയാണെങ്കിൽ സാക്ഷി അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഉടമ്പടി പുഷ്കലമാകണമെന്നുണ്ടെങ്കിലും സാക്ഷ്യം വേണം. അതുകൊണ്ട് ചില ആൾക്ക് ആ സാക്ഷ്യം പറയുമ്പോൾ അന്ന് മുതൽ ഉടമ്പടി ഒന്ന് നിങ്ങൾ കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെടത്തില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. സെക്യൂരിറ്റി ആവും. നിങ്ങളുടെ അനുഗ്രഹത്തിന് മേൽ കർത്താവിന് ഒരു സെക്യൂരിറ്റി കിട്ടും. നിങ്ങൾക്ക് അത് നഷ്ടപ്പെടത്തില്ല. കാര്യം വന്ന രോഗം പിന്നെയും വരരുതല്ലോ. അപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കടമ തീർന്നു.
നമുക്ക് നഷ്ടപ്പെട്ട പോലെ, നമുക്ക് വന്ന പോലെ കടങ്ങൾ ഇനിയും വരരുതല്ലോ, വന്ന അപകടം ഇനിയും വരരുതല്ലോ. അപ്പോൾ ഈ വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടി കൂടി സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ സാക്ഷ്യം പറയണത്. നിങ്ങൾക്ക് ജോലി കിട്ടി, ആ ജോലി കിട്ടിയത് ഇനി പോകരുതല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പേരിലാക്കിയെടുക്കുകയാണ് നമ്മൾ സാക്ഷ്യത്തിലെ. സാക്ഷ്യം എന്താണ്? ദൈവം, അത് നമ്മുടെ ഒരു ഉദ്ദേശമാണ്. നമുക്ക് കിട്ടിയ അനുഗ്രഹം പോകാതിരിക്കാനാണ്, നമ്മൾ വീണ്ടും അത് വരാതിരിക്കാനാണ്, ആ ഒരു രോഗവും മറ്റ് കഷ്ടപ്പാടുകളോ വീണ്ടും വരാതിരിക്കാനാണ് നമ്മൾ സാക്ഷ്യം പറഞ്ഞ് ആ ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷിയാക്കി അക്കൗണ്ടബിളാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഉദ്ദേശം വേറെയാണ്. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ, ഉടമ്പടിയിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. എന്താ കാര്യം? നിങ്ങളെ സുവിശേഷമാക്കുകയാണ് ദൈവം ചെയ്യണത്. നിങ്ങളെ സുവിശേഷമാക്കുകയാണ്. എന്തിനാണ്? സംശയമുള്ള ആൾക്കാരെ, ദൈവത്തെക്കുറിച്ച് സംശയമുള്ള ആൾക്കാർക്ക് നിങ്ങൾ സംശയ നിവാരണം ചെയ്യുകയാണ്. നിങ്ങളുടെ സാക്ഷ്യം ഒരു 50,000 പേര് ഇപ്പോൾ കൃപാസനത്തിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷ്യം കേൾക്കുന്നത് കൃപാസനത്തിൻ്റെ സാക്ഷ്യമാണ്. ലോകത്താണ് ഞാൻ പറയണത്, അല്ല കേരളത്തിലല്ല. നിങ്ങളെ ഇന്നിപ്പോൾ യൂട്യൂബ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ശുശ്രൂഷ സഭയ്ക്കുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ടാവുമല്ലോ, നോക്കിയാൽ മതി. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ സാക്ഷ്യം പറയുന്നത് ഈ ഒരു അൾത്താറയിലാണ്. കാര്യം എന്താണ്? ലോകത്ത് എല്ലാ ദിവസവും ഇവിടെ സാക്ഷ്യമുണ്ട്. അല്ലാതെ ഒരാഴ്ച ധ്യാനം നടത്തിയിട്ട് ധ്യാനത്തിൻ്റെ അവസാനം കുറച്ച് സാക്ഷ്യം പറയുകയല്ല. ഇത് എല്ലാ ദിവസവുമാണ്. 11 മണി തൊട്ട് 5 മണി വരെ സാക്ഷ്യമാണ്, 6 മണി വരെ. 11 മണി തൊട്ട് രാവിലെ 5 മണി വരെ സാക്ഷ്യം പറഞ്ഞ ലോകത്ത് ഏത് ശുശ്രൂഷ കേന്ദ്രമുണ്ട്? അപ്പോഴത്തേക്ക് മനസ്സിലാക്കാം നിങ്ങൾ കൈ കൊടുത്തിരിക്കുന്ന പുളിങ്കമ്പയിലാണെന്ന്. എന്താ കാര്യം? കർത്താവ് ഈ കാലത്തെ കണ്ണീരിന് തന്ന മറുപടിയാണിത്. കൈയിട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.